ഇന്ന് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ്. എനിക്ക് ഇന്നലെ ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ആരൊക്കെയോ നോക്കുന്നു, നമ്മൾ മൈൻഡാക്കരുത്. പിന്നെ ഇന്ന് ഞങ്ങൾ ദുബായ് പോവാണ്. ദുബായ് വരെ പോയി വരാം. ദുബായ് വരെ ഇവിടുന്ന് ബസ് പോയാൽ മതി. എത്ര മണിക്കൂറുണ്ട്? 2.5 മണിക്കൂർ. 2.5 hours. കുറച്ച് മോഷൻ സിക്നസ് ഉള്ള കൂട്ടത്തിലാണ്. അതാണ് ഇപ്പം എൻ്റെ ഏകുള്ള ടെൻഷൻ. ഇപ്പം ഞങ്ങൾ ആദ്യം പോയിട്ട് ചായ കുടിക്കണം, കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം. ഗ്യാസ് കയറി പണ്ടാരടങ്ങി അല്ലേ? എങ്ങോട്ടാ പോണേ ചായ കുടിക്കാൻ? ദുബായ്. ദുബായ് വരെ ഞാൻ എത്തൂല. പെട്രോള് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു കാർഡ് മതി പോലും. ഒരു മെട്രോ കാർഡ് മതി. പറ്റിക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞ് പറ്റിക്കുക. ഇത് ഞാൻ ഇവിടെ അബുദാബിയിൽ കാലുകുത്തി അന്ന് തുടങ്ങിയേക്ക് പറ്റിക്കാൻ. കുറേ ഫ്രണ്ട്സും ഉണ്ട് കൂട്ടത്തിന്, പ്രത്യേകിച്ച് അനസ്. സ്പെഷ്യൽ മെൻഷൻ ടു അനസ്. ഒന്നുകൂടി ഒറ്റ പ്രൈസ് പറയുള്ളൂ. ഓ കിട്ടിയില്ല ഗൈസ് എനിക്ക് ആ ഷോട്ട്. 6 മണിക്ക് ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞ ഞങ്ങൾ 1.5 മണിക്കൂർ ഡിലേ ആയി. സ്ഥിരം പോലെ 7:30 ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊന്ന് വെള്ളയും കിട്ടും മാച്ചായി. യൂണിഫോമില്ല, വെള്ളയും കറുപ്പും. യെസ്. തന്നെ ചൂടാണല്ലോ. പഠിപ്പ് ഇവിടെ ചൂടില്ലാത്തൊരു ദിവസം പോലുമില്ല. അത് വേറൊരു സത്യം. എനിക്കില്ലേ ഇത് നാട്ടിലാണെങ്കിൽ ഞാൻ മറ്റേ വിറച്ച് കയ്യും കാലും ഒക്കെ വിറച്ച് വീഡിയോ എടുത്താൽ. ഇവിടെ എനിക്ക് ആരും അറിയാത്തോണ്ട് ഞാൻ നല്ല ധൈര്യത്തിലാണ് വീഡിയോ എടുക്കുന്നത്. അവിടെ ആണെങ്കിൽ കുറച്ചു പേരെ അറിയുള്ളൂ. ഓർക്കൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നു അറിയാം അല്ലേ? അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ നാട്ടിലങ്ങനല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ടാക്സി എടുത്ത് നേരെ പോകുന്നത് അൽവാദ ബസ് സ്റ്റേഷനിലോട്ടാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളാണ് ടാക്സിയിൽ. ഇവിടെ എപ്പോഴും ഒരു റഷില്ല, ഭയങ്കര ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര സമാധാനം, സന്തോഷം, ഭയങ്കര എന്താ പറയുക, നല്ല ക്വയറ്റായിട്ടുള്ള ഒരു യാത്രയാണ് ശരിക്കും. ബസ്സിലും കാറിലും ഒക്കെ ഇവിടെ കിട്ടുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ അൽവാദ ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. നല്ല വലിയ ബസ് സ്റ്റേഷൻ. നമുക്ക് ബസ് സ്റ്റോപ്പ്, നമ്മളെ ബസ് സ്റ്റാൻഡ് പോലെ അല്ലല്ലോ, സ്റ്റേഷൻ പോലെ തന്നെ അല്ലേ, റെയിൽവേ സ്റ്റേഷനൊക്കെ പോലെ ഒരു ബസ് സ്റ്റേഷൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ബസ്സിൽ കയറുമ്പോൾ നല്ല ചെക്കിങ് ആണ് കേട്ടോ. ചെക്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ ചെക്ക് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പോലീസ് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് ഇഷ്യൂ നടന്നിട്ട് അങ്ങനെ കുറച്ച് സീൻ ഉണ്ടായിരുന്നു. അപ്പം കയ്യിൽ വിസ വയ്ക്കുക, കയ്യിലോ ഫോണിലെപ്പോഴും വിസ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പുറത്തിറങ്ങുക. എപ്പോഴാണ് ചെക്കിങ് വരിക എന്ന് ഇവിടെ പറയാൻ പറ്റില്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇവിടെ വരുന്നവർക്ക്. പിന്നെ എൻ്റെ കൂടെ ഇരിക്കുന്ന പുള്ളി ഒരു ബസ് കണ്ടക്ടർ ആയിരുന്നു പണ്ട്. അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങൾ ബസ്സിലൊക്കെ പോയിരുന്നതല്ലേ, എങ്ങനെയുണ്ട്, മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ പണ്ട് എനിക്ക് ബസ് കണ്ടക്ടേഴ്സിന് ഇഷ്ടമല്ലായിരുന്നു കേസ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ST കൊടുക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടേഴ്സ് നമ്മളെപ്പോഴും ശത്രുക്കളാണല്ലോ. അപ്പം ഞാനിങ്ങനെ എപ്പോഴും പറഞ്ഞ് കളിയാക്കും. ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് കേസ്. പിന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, നല്ല മോഷൻ സിക്നസ് ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. എനിക്ക് അടച്ചിട്ട ബസ് പറ്റേയില്ല. എനിക്ക് മറ്റേ കാറ്റ് കയറുന്ന ബസ്സാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഫുള്ള് ഗ്ലാസ്, ഒരുമാതിരി ചില്ലിങ്കൂട്ടിൻ്റെ ഉള്ളിൽ എന്നെ ഇങ്ങനെ പൂട്ടിയിട്ട പോലെ എനിക്ക് തോന്നുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് മോഷൻ സിക്നസ് വരും, ഗ്യാസ് കയറും, ഛർദ്ദിക്കാൻ വരും. ഭയങ്കര സീനാണ് ഗൈസ്. അതൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. പിന്നെ പക്ഷേ ഞാൻ അടുത്തുനിന്ന് വരെ ഛർദ്ദിച്ചൊന്നുമില്ല. മാക്സിമം ഞാൻ പിടിച്ചു നിന്നു. അത്യാവശ്യം പിടിച്ചതാണ് കേട്ടോ. പിന്നെ കുറേ ബിൽഡിംഗ് ആണ് കാണാനുള്ളത്. ദുബായിലല്ലേ സ്ഥലം? എന്തോ ഇടങ്ങേറ് ഗൈസ്, ഒരുമാതിരി അടച്ചു പൂട്ടിയിട്ടിട്ടേ ഭയങ്കര ഇടങ്ങേറ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇറങ്ങി. എന്താ സ്ഥലത്തിന് പേര്? മാക്സ് മെട്രോ സ്റ്റേഷനോ? അപ്പോൾ ഞങ്ങൾ മെട്രോ കയറി ദുബായ് പോട്ടെ. ഓൾറെഡി ദുബായിലുള്ള, പക്ഷെ ദുബായ് സിറ്റി ഇതല്ലല്ലോ. We are waiting for metro. الرجاء الانتباه القطار المتجه إلى سنتر بوينت
Your attention please. The train to Centre Point will arrive at platform 1. ഭയങ്കര റഷുണ്ടല്ലേ. അല്ലെങ്കിൽ തന്നെ ഫോണിന് നമ്മളെത്തി. അപ്പൊ നമ്മള് ഇനി ഇവിടുന്ന് എങ്ങോട്ടാ? ഇനി ഇവിടുന്ന് നമ്മൾ അപ്പുറ ബോട്ടും കടന്നിട്ട് നമ്മൾ ബോട്ട് ചെയ്യാൻ പോവാണ്. ബോട്ട് അങ്ങനത്തെ ബോട്ടല്ല, ചേരാം നോക്കാം. മേ ബി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. യെസ്, ഒരു ദിറംസ് കൊടുത്താൽ നമുക്ക് ഇക്കരെ അക്കരെ. ഒരു ദിറംസിന് ഇവിടുന്ന് അങ്ങോട്ടെത്താം. നമ്മൾ മറ്റേ കൊച്ചി മറൈൻ ഡ്രൈവില് വാട്ടർ മെട്രോ ഒക്കെ പോലെ തോന്നും കേട്ടോ. എനിക്കറിയില്ല, ഞാൻ അങ്ങ് പുറകെ പോണു, അത്രേ ഉള്ളൂ. എന്ത് സഹിക്കാ ചൂട് വെച്ച്. നല്ല ചൂടുണ്ടോ? ഒട്ടുമില്ല. 43 ഡിഗ്രി. 43 ബസ് കണ്ടതിന്. ഇവിടെ എത്ര ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇവിടെ വെറുതെ അല്ല യൂട്യൂബേഴ്സ് വീഡിയോ എടുക്കാതെ. ഈ വെയിലത്തിറന്ന് ആര് വീഡിയോ എടുക്കാനാ? എന്നെ പോലെ പ്രാന്തുള്ള ആൾക്കാരല്ലാതെ. ഇത് ലേക്കാണോ? സൺസ്ക്രീൻ എടുത്ത് ബാഗിലിട്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരു ദിവസത്തേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തിയെന്ന് തോന്നുന്നില്ലേ? ഈ വെയിലത്ത് അപ്പുറേ കൂടിയ നടക്കുന്ന പ്രാന്തന്മാർ നമ്മളെ ഉണ്ടാവും ആണ്. ആ സത്യം ഇവിടെ ഒരു മനുഷ്യല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അമ്മായി ചൂടാ. അപ്പൊ തന്നെ വേർത്ത് തുടങ്ങി, മൂക്കുന്ന കൊലിക്കുന്നു. ഇന്ന് രാത്രി ഞാനൊരു പനി പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഓവർ ചൂടും പറ്റില്ല, ഓവർ തണുപ്പും പറ്റില്ല. ഒരു മീഡിയം ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഫൈൻ. ഗൾഫിൽ കിട്ടണമെങ്കിൽ ഇവിടെ ഒന്നില്ലെങ്കിൽ മറ്റേ കുരുക്കളഞ്ചത്ത് അല്ലേ എന്തേനു ഒന്നില്ലേ കളറിക്ക് പുറത്ത് അല്ലേ കുരുക്കളഞ്ചത്ത്. ആ ഒരു അവസ്ഥ സമ്മതിക്കണം. ഇവിടെ പണിയെടുക്കുന്നവരെ ഈ കമ്പനികളിലോ അല്ലെങ്കിൽ ഉള്ളിലോ പണിയെടുക്കുന്നവർക്ക് വർക്ക് പ്രഷറായിട്ടുണ്ടാവുക. പക്ഷെ മറ്റേത് നമ്മൾ ഉരുകണം ഗൈസ്. ഇവിടെ ഉള്ള ഡെലിവറി ബോയ്സ് അവർക്കൊക്കെ സാലറി ഉണ്ട് തോന്നുന്നു കേട്ടോ. പിന്നെ ഡെലിവറി ബോയ്സ്, പിന്നെന്താ ഹോട്ടലിൽ ബക്കാലയിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം. ഈ ചൂടത്ത് കിടന്ന് ഉരുകണം ഗൈസ്. നാട്ടിലുള്ളവർക്ക് വേണ്ടി ഇവിടെ കിടന്നിങ്ങനെ മറ്റേ ആട് ജീവിതം നയിക്കാന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ബട്ട് അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് നല്ലൊരു പണി കിട്ടിയാൽ നല്ല സിറ്റിയാ, ചൂടൊഴിച്ച് നിർത്തിയാൽ. എൻജോയ് ചെയ്യുന്ന പോലെ അഭിനയിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് നല്ല പൊള്ളുന്നുണ്ട്, നല്ല പൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല പൊള്ളുന്നുണ്ട്. കുറച്ച് ആശ്വാസം ഉണ്ടല്ലേ.
ഞാനിപ്പോൾ ഒന്നും കാണുന്നില്ല വെയിലത്തുനിന്ന് വന്നിട്ട്. അയ്യോ, എന്താണ് ഈ സ്ഥലത്തിൻ്റെ പേര്? പറഞ്ഞു കൊടുക്കൂ. ഗോൾഡ് സൂക്ക്. എന്താ അവിടെ സ്വർണത്തിന് വില കുറച്ച് കിട്ടുമോ? സ്വർണത്തിന് വില കുറച്ച് കിട്ടുമോ ഇവിടെ? പിന്നെ ഷോപ്പല്ലേ നാട്ടിലത്തെ? ഓ ഒറിജിനൽ സ്വർണം കിട്ടുന്ന എന്തെങ്കിലും തണുത്തത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. വീഡിയോ എടുക്കാനായിരുന്നു. ഇങ്ങനെ എന്താ പറയുക, തിരുവൂർക്കൊണ്ടൊക്കെ തൂക്കിയിട്ട പോലെയാണ് ഇവിടെ ഗോൾഡ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ റിയൽ ഗോൾഡാണ് ഗായ്സ്. നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടോ? എനിക്ക് വിശ്വാസം വരുന്നില്ല. ലോക റെക്കോർഡുള്ള മോതിരാണ്. ഹലോ 63.856 kg. അതെ, സ്വർണം കൊണ്ടൊരു അഭിഷേകമാണ് അല്ലേ? എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത് ഭയങ്കര ഒരു ഷോപ്പിംഗ് സെൻറ്റർ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 10 കോടി റുപ്യൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പർച്ചേസ് ചെയ്ത് അടിച്ച് പൊളിച്ച് ഇവിടുന്ന് പോകാം. റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ സിറ്റി. ഐ തിങ്ക് ഇതൊക്കെ റിയൽ ഗോൾഡാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ തിരുവുറുപ്പന്നെ തൂക്കിയിടൂലേ, അതുപോലെ ഇവിടെ ഓരോ കടകളിലും തൂക്കിയിട്ടിരിക്കുക ഗോൾഡ്. ഇവിടെ വീഡിയോ അവൈലബിൾ ആണോ എന്നറിയില്ലല്ലോ. ഗോൾഡ് സൂക്കിൻ്റെ തെരുവുവീഥികളിലൂടെ ഞാൻ നടന്നറിഞ്ഞേറുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും തണുത്തത് കഴിക്കാമെന്നും പറഞ്ഞ് അവിടെ തന്നെയുള്ള ഞങ്ങൾക്ക് അറിയുന്ന ഒരു ഷോപ്പിൽ തന്നെയാണ് ഇട്ട് പോയത്. നല്ല നാട്ടിലത്തൊക്കെ ഒരു എക്സ്പീരിയൻസ് തോന്നി എനിക്ക് ആ ഷോപ്പിൽ പോയപ്പം. ഷോപ്പിൻ്റെ പേര് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് അരങ്ങേറുകയാണ്. അപ്പോൾ ഞങ്ങൾ കേൾക്കൂലേ, കുറച്ച് അടുത്ത് വരട്ടെ. ഞങ്ങൾ കുറച്ച് ആൾക്കാരെയൊക്കെ കാണാനുണ്ടായിരുന്നു ഇവിടെ പണ്ട് പണിയെടുത്ത വ്യക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത്. സോ അപ്പോൾ ഇവിടെയുള്ള കണക്ഷൻസിൽ കുറച്ച് പേരെയൊക്കെ കണ്ട് ഗോൾഡ് സൂക്കൊക്കെ ഒന്നൊക്കെ ഇറങ്ങി ഇപ്പം ഞങ്ങൾ നേരെ കറാമയിലെത്തിക്കുന്നു. കറാമേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? യെസ്, ഫുഡാണ് ഇവിടുത്തെ മെയിൻ എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണെന്നറിയില്ല, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഫുഡ് കഴിക്കുന്നതിന് വീഡിയോ എടുക്കാൻ കൊടുത്തത് മൂപ്പർ എടുത്തില്ല എന്നുള്ളത് സത്യം ഞാൻ ഈ വീഡിയോ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾ ബിരിയാണിയും ഞാൻ മീൽസും മൂപ്പര് ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. ദുബായ് മാൾ പറ്റുകയാണെങ്കിൽ നമുക്ക് ബുർജ് ഖലീഫ കാണാം അല്ലേ? ലാർജസ്റ്റ് ബിൽഡിംഗ്. ബുർജ് ഖലീഫ കാണണം എന്നൊക്കെ മറ്റേ ചെറുപ്പത്തിലല്ല, ഒരു 60 വെച്ചപ്പോൾ തൊട്ട് അങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് ഇപ്പൊ കാണാൻ പോവാണ്. നല്ല പിച്ചക്കാരി കോലായിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ദുബായ് മാൾ എത്തിയെന്ന്. പിന്നെ അവിടെ നിന്ന് 1 കിലോമീറ്റർ നടക്കാനുണ്ട് എന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. നടക്കാനല്ല, കൂടുതലും എസ്കലേറ്റേഴ്സാണ്. കാരണം എസ്കലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള എസ്കലേറ്റേഴ്സാണ്. പക്ഷെ എന്നാലും അതിൽ വേഗം നടന്നാണ് ആൾക്കാർ പോണത്. പിന്നെ ഞാൻ വിചാരിച്ചു പുറത്ത് കാഴ്ചകളൊക്കെ നിന്ന് മെല്ലെ പോവാന്ന്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ക്ഷീണിച്ചത്. പിന്നെ കുറച്ച് ഓവറാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ദുബായ് മാളിലോട്ട് എത്തുകയാണ്.
ഞങ്ങൾ തളർന്നു. ഇനി ഊറ്റിയെടുക്കാൻ ഒരിത്തിരി എനർജി പോലും എന്നിൽ ബാക്കിയില്ല. ബുർജ് ഖലീഫിൻ്റെ ഒരു സൈഡ് വ്യൂ കണ്ടപ്പോൾ എടുത്തു വെച്ചതാണ് കേട്ടോ. ഇവിടെ ഞാൻ ഇതുവരെ സിം എടുത്തിട്ടില്ല. അപ്പോൾ എവിടെന്നെങ്കിലും വൈഫൈ കിട്ടുമെന്ന് തപ്പി തപ്പി നടക്കണം. ദുബായിലുള്ള ഫ്രീ വൈഫൈ ഗൈസ്. ഐ എം ഹാപ്പി. ഇനി കുറച്ച് നേരം എവിടെയെങ്കിലും പോയിരുന്നു ഞങ്ങൾ നെറ്റ് കളിക്കട്ടെ അല്ലേ? കുറച്ച് നേരം റെസ്റ്റ്. ഈ റെസ്റ്റാണ്. 5 മിനിറ്റ് നടക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക. എൻ്റെ മുഖം നോക്ക്, ഒരുമാതിരി ഒരുമാതിരി മറ്റേ കരിഞ്ഞുപോയി. ഇവിടുത്തെ വെയിൽ കണ്ടാൽ ഓൾമോസ്റ്റ് ഇങ്ങനെയാവുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ നിന്നും. ഇനി ഞാനൊന്ന് പോയി കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് വരാം. ഈ മെട്രോ ഇറങ്ങിയിട്ട് ദുബായിലേക്ക് എത്താൻ, ദുബായ് മാളിലോട്ട് എത്താൻ ഒരു കിലോമീറ്റർ, പിന്നെ എസ്കുലേറ്ററിൽ ഇങ്ങനെ നിന്ന് കൊടുക്കണം അല്ലേ? നല്ല ദൂരമുണ്ട്. അപ്പം തന്നെ നമുക്ക് ദുബായ് മൊത്തം ഏകദേശം കാണാം പുറത്തുകൂടി. അവിടെ ഈ ബാക്കിൽ കേൾക്കുന്ന വോയിസ് ജുൻക നാട്ടിലോട്ട് വിളിച്ചിട്ട് പിന്നെ നാട്ടിലുള്ള മക്കളെയും ഒക്കെ കളിപ്പിക്കുന്നതാണ്. ഇതൊക്കെ കാണിച്ചു കൊടുത്ത് കളിപ്പിക്കുന്നതാണ്. അവിടെ സ്കേറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അമ്മനോട് ചോദിക്കുന്നുണ്ട്. പെങ്ങളെ മോൻ്റെ പേരാണ് അമ്മൻ. ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കളിക്കണ്ടേന്ന് നിൽക്കുന്നത്. പിന്നെ അവിടെ നല്ല രസമുള്ള ലൈറ്റിംഗ് ഒക്കെ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു. കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലും ഇവിടെ കാണാൻ ഈ മാളും ഒക്കെ ഉള്ളൂ. ഷോപ്പിംഗ് സെൻറ്റർ തന്നെയാണ് ദുബായ്. പിന്നെ നമ്മൾ നേരെ ബുർജ് ഖലീഫ കാണാൻ പോയി ഗായ്സ്. അങ്ങനെ ബുർജ് ഖലീഫൊക്കെ കണ്ട് അവിടുന്ന് കണ്ടപ്പോൾ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് അല്ലേ? നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പം കൺസർട്ടേ ആ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എനർജി ഇല്ല എനിക്ക്. ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത്. എവിടെ പോയാലും ഞാനിത് പറയുന്നുണ്ട് അല്ലേ? ശരിക്കും വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത്. ലൈറ്റൊക്കെ വന്ന് അടിപൊളിയായിരിക്കും കാണാൻ. കാരണം ആ ഒരു ലേക്കിൻ്റെ റിഫ്ലക്ഷൻസും കാര്യങ്ങളൊക്കെ വന്ന് നല്ല രസമായിരിക്കില്ലേ? വന്ന് ഷോപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരോട് അങ്ങനെ ആരും ഷോപ്പ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ്. ഓവർ പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം. നല്ല വിശപ്പുണ്ട് ഗൈസ്. എന്തെങ്കിലുമൊക്കെ തിന്നട്ടെ. ഇപ്പം ഞങ്ങൾ KFC-യിലാണുള്ളത്. ബർഗർ സ്ട്രിപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റഡ് സ്ട്രിപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് തിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി നേരെ തിരിച്ച് അബുദാബി. ഗോയിങ് ബാക്ക് ടു അബുദാബി. ദുബായ് മാളിൻ്റെ ഉള്ളിലുള്ള അക്വേറിയമാണിത്. ഇവിടെ എന്ത് മീനാണുള്ളതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ജുൻക പറഞ്ഞ എന്താണെന്നറിയോ? അയില, മത്തി അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളതെന്നാണ്. പക്ഷേ ഞാൻ ഗൂഗിളിൽ അടിച്ച് നോക്കി ഗൈസ്. ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പം കണ്ടത് ഷാർക്ക്, റേയൊക്കെ പോലുള്ള വലിയ വലിയ മീനുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ്. ഓൾമോസ്റ്റ് 30,000-ഓളം മീനുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഇൻക്ലൂഡഡ് ഷാർക്കൊക്കെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു പുതിയ തുടക്കക്കാരി എന്ന നിലയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഒന്ന് കയറ്റി വിടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല ടയേർഡാണ്. ഇനി എങ്ങനെയും മെട്രോ പിടിച്ച് ബസ് കയറി പോകണം. 2.5 മണിക്കൂർ ഇനി തിരിച്ച് യാത്ര ചെയ്യാനുണ്ട്. ആ ഒരൊറ്റ ഇതിലാണ്. നല്ല ടയേർഡാണ്. ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഉള്ള ചാർജൊക്കെ കംപ്ലീറ്റ് പോയിരിക്കുക. അതുകൊണ്ട് ചാറ്റാ ബൈ ബൈ.